സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദാണ്. എന്തെല്ലാടോ ഉഷാറല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങൾ കൂട്ടുകാരെ? നോക്കൂ, നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. ഈ അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില വിശേഷങ്ങൾ, അതിനകത്ത് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. പാർട്ട് 1 എന്ന് വേണമെങ്കിൽ പറയാം. PSC ബുള്ളറ്റിൻ, അതുപോലെ തന്നെ മറ്റ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഇവിടുന്നൊക്കെ നമ്മൾ എടുത്താൽ ഉറപ്പായിട്ടും ഈ ക്ലാസ്സിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന 10th ലെവൽ മെയിൻ എക്സാം, +2 ലെവൽ ഡിഗ്രി ലെവൽ എക്സാം ഇതിനൊക്കെ ഉപകാരം ചെയ്യും. അപ്പൊ ക്ലാസ്സുകൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ 25 കറണ്ട് അഫയേഴ്സ് 2025 ഏറ്റവും ലേറ്റസ്റ്റ് പരീക്ഷകൾക്ക് വേണ്ടി എടുത്തത്. ആ കറണ്ട് അഫയേഴ്സ് മുഴുവൻ കാണുക. അതിന്റെ ഒക്കെ PDF ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ കിട്ടും. ടെലഗ്രാമിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ഉണ്ടാവും കേട്ടോ. ബഹിരാകാശ യാത്രികരെ ആദ്യമായി പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ദൗത്യം ഏതാണ്? നിങ്ങൾ നോക്കൂ, നമ്മൾ ബഹിരാകാശ ദൗത്യങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ പോളാർ റീജിയണിലേക്ക്, ഇപ്പൊ ധ്രുവ പ്രദേശങ്ങളിലേക്ക് ഒരു ഈ പറയുന്ന ബഹിരാകാശ യാത്രികരെ അയക്കുകയാണ്. ആരാണ് അയക്കുന്നത്? നമ്മുടെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് ആണ്. പഠിച്ചു വെച്ചേക്കുക, ഫ്രാം എന്ന് പേരിട്ടുകൊണ്ട്. ഫ്രാം 2, ഫ്രം അല്ല കേട്ടോ. എന്താണ് മക്കളെ? ഫ്രാം 2 FRAM 2 ആണേ. അപ്പൊ നോക്കൂ, ഇനി നിങ്ങളെ മനസ്സിലുണ്ടാവണം, ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഇതാ ധ്രുവ പ്രദേശങ്ങളിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കുകയാണ്. 4 പേരാണ് പോയത് അല്ലെ? അവിടെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ആ ഒരു ഡ്രാഗൺ, ആ പേടകത്തിന്റെ പേര് റിസലിയൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. റിസലിയൻസ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. റിസലിയൻസ് എന്നത് ആ ഒരു ഡ്രാഗൺ ക്രൂ ക്യാപ്സൂൾ ആണ്. അതിനകത്ത് 4 ബഹിരാകാശ യാത്രികരാണ് കേട്ടോ പോയത്. ഇവര് ധ്രുവത്തിന്റെ ഈ പറയുന്ന മേഖലകളിലൊക്കെ പോയിട്ട് അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതൊക്കെ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ഇതിന്റെ പത്രക്കട്ടിംഗ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കണേ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസമാണ് ടൈഗർ ട്രയാഫ്. ഇവിടെ ട്രംപ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, പക്ഷേ പത്രമാധ്യമങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ട്രയാഫ് എന്നാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ പത്രത്തിൽ ഒരു ഫോട്ടോസ് കൂടെ കൊടുത്തത്. ടൈഗർ എന്ന് കേട്ടാൽ ഇന്ത്യ ആലോചിക്കുക നിങ്ങൾ അല്ലെ? പിന്നെ ട്രംപ് എന്ന് വേണമെങ്കിൽ അയക്കാം, അമേരിക്ക. അപ്പൊ ടൈഗർ, ഇന്ത്യക്ക് വേണ്ടി ടൈഗർ അല്ലെ? അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ആലോചിക്കാം. ആക്ച്വലി TRIUMPH ട്രയാഫ് എന്ന് നമുക്ക് പത്രമാധ്യമങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് പ്രൊനൗൺസ് ചെയ്യുക അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ എന്താണെങ്കിലും ടൈഗർ ട്രയാഫ് എന്നോ അല്ലെങ്കിൽ ടൈഗർ ട്രംപ് എന്നോ പഠിച്ചു വെക്കുക. ട്രംപ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ, നിങ്ങൾക്ക് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ടൈഗർ ട്രയാഫ് എന്ന് പറഞ്ഞാൽ ഉഭയകക്ഷി മാനുഷിക സഹായ ദുരന്ത നിവാരണ അഭ്യാസമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണെന്ന് കൂട്ടുകാർക്ക് അറിയാം. 2025 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. നമ്മൾ എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു ഡയലോഗ് കൂടിയല്ലേ? ആരോഗ്യകരമായ തുടക്കങ്ങൾ. പഠിക്കാൻ വേണ്ടി നല്ല ഉഷാറായിട്ട് നിങ്ങൾ തുടങ്ങുക. പ്രതീക്ഷാജനകമായ ഭാവികൾ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടും എന്ന പ്രതീക്ഷയിലായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായവും പറ. നമുക്ക് കിട്ടില്ല ജോലി, തീർച്ചയായിട്ടും നേടണം. ഈ വർഷം വരാൻ പോകുന്ന ഇന്ന ജോലി എനിക്ക് കിട്ടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയുള്ളവർ ഒന്ന് കമന്റ് ചെയ്യും. ICC പുറത്തുവിട്ട 2020 ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയത് ഒരു ഇന്ത്യക്കാരനാണ്. നോക്കൂ, അദ്ദേഹത്തെ ഓൾറൗണ്ടറായി തെരഞ്ഞെടുത്തപ്പോൾ നമ്മൾ ഹാർദമായി അദ്ദേഹത്തെ സ്വീകരിച്ചു അല്ലെ? ഹാർദമായി സ്വീകരിച്ചു എന്നറിയിക്കുക. ഓൾറൗണ്ടറാണ്, എല്ലാത്തിലും മിടുക്കൻ എന്നറിയിക്കുക. ഹാർദമായി നമ്മൾ ഹാർദിക് പാണ്ഡ്യ. നോക്കൂ, ഇന്ത്യൻ പ്ലെയർ ആണ്, ഹാർദിക് പാണ്ഡ്യയാണ് ICC പുറത്തുവിട്ട 2025 ഏപ്രിലെ കണക്ക് പ്രകാരം 2020 ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയത് കേട്ടോ. മനസ്സിലാക്കി വെക്കണേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് GI ടാഗ്. നോക്കൂ, 2023-ലും 2024-ലും PSC പരീക്ഷകൾ കൂട്ടുകാരെ ഭൗമ സൂചിക പദവി അഥവാ GI ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ തമിഴ്നാട് ഒരുപാട് അവിടുത്തെ പ്രോഡക്റ്റിന് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2 കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. തോവാള എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു പ്രോഡക്റ്റ് ആണ് മാണിക്യമാല. തോവാള മാണിക്യമാല, ഇതൊരു പാട്ടൊക്കെ പാടി ഞാൻ നമ്മുടെ ടെലഗ്രാമിലെ പിള്ളേരെ പഠിപ്പിച്ചിരുന്നു മോർണിംഗ്. ഇപ്പൊ ഞാൻ പാടുന്നില്ല. കുംഭകോണം വെറ്റിലയാണ് കേട്ടോ, കുംഭകോണത്തെ വെറ്റില. അപ്പൊ മാണിക്യമലരായ അങ്ങനെ പാട്ടൊക്കെ അല്ലേ? അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കുംഭകോണം വെറ്റില നാന എന്നൊക്കെ പാടാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിക്കുക അല്ലെ? ഒരു രസകരമായ ഒരു ഇമാജ് ഞാൻ നമ്മുടെ പിള്ളേർക്ക് കൊടുത്തു. ഇത് ഓർത്തു വെക്കാനാണ്. തമിഴ്നാട് എന്ന് കേൾക്കുമ്പോൾ ഒരു അയ്യരോ അല്ലെങ്കിൽ തമിഴിലെ ഒരു തമിഴൻ, നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുമ്പോൾ ഷർട്ടൊന്നും ഇടാണ്ട് ഒരു ബ്രാഹ്മണ സെറ്റപ്പിൽ ഷർട്ടൊന്നും വലിയൊരു വയറൊക്കെ ആയിട്ട് ഒരു തമിഴ്നാട്ടുകാരൻ വരുന്നു. അദ്ദേഹത്തിന്റെ ആ
കുമ്പയിൽ ഒരു വെറ്റില, നമ്മൾ വെറ്റിലൊക്കെ ചെറിയ കഷ്ണം മുറിച്ചിട്ട് ഇവിടെ അല്ലെ ഒട്ടിച്ചു വെക്കാറില്ലേ, വയറ്റിലെ വെറ്റില കേട്ടോ, ഒരു കുമ്പയിലെ ഒരു വെറ്റിലൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഒരു മാണിക്യമാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരികയാണെന്ന് ആലോചിക്കുക. അപ്പൊ തമിഴനാണ് മാണിക്യമാല അല്ലെ, കുംഭകോണത്തെ വെറ്റില. നിങ്ങൾ എങ്ങനെ പഠിച്ചാലും സംഗതി പഠിക്കണം, ഒരു മാർക്കാണ്. അപ്പൊ തോവാള മാണിക്യമാലയും കുംഭകോണം വെറ്റിലയും പഠിച്ചു വെച്ചേക്കുക. തമിഴ്നാട്ടിലെ ഏറ്റവും പുതിയ, ഇതാ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഏറ്റവും പുതിയ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് തോവാള മാണിക്യമാല, കുംഭകോണം വെറ്റില. മക്കളെ ഇതല്ല ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാ സ്റ്റാർ ഇട്ട് വെക്കുന്നു, 3 സ്റ്റാർ. പഠിച്ചു വെക്കുക, ഇപ്പൊ പഠിക്കുക. നമ്മുടെ കേരളത്തിൽ ലേറ്റസ്റ്റ് ഇടുക്കിയിലെ ഗോത്രവർഗ വിഭാഗക്കാരുടെ കണ്ണാടിപ്പായ, കണ്ണാടിപ്പായയുമുണ്ട് ഗ്രാമ്പൂ ഉണ്ടല്ലോ നാനാനാനെ. എടാ രസമായിട്ട് പറയാട്ടോ, അതൊക്കെ PSC പഠിക്കുമ്പേ നമുക്കൊരു ഒരു ആവേശം വേണം. ഇതൊരു പ്രയാസമായിട്ട് PSC പഠിക്കാൻ നിൽക്കരുത് നിങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി പഠിക്കാൻ പറഞ്ഞത്. ഇടുക്കിയിലെ ഗോത്രക്കാരുടെ കണ്ണാടിപ്പായ അല്ലെ, നമ്മളൊക്കെ പണ്ടുള്ള ആളുകളൊക്കെ കുട്ടിക്കാലത്തൊക്കെ അല്ലെങ്കിൽ അവരുടെ ഒക്കെ സമയത്ത് പായലൊക്കെ കിടന്നുറങ്ങി ഇപ്പോഴും പായ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ ഇത് നല്ല അടിപൊളി എന്നാണോ ചേച്ചി പിടിച്ചത്, കണ്ണാടിപ്പായ ഇടുക്കി. ഇവിടെ നല്ലൊരു ചോദ്യമുണ്ട്, എന്താണ് സംസ്ഥാനത്ത് ഭൗമസൂചിക പദവി ലഭിക്കുന്ന ആദ്യത്തെ ആദിവാസി ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. എടാ മക്കളെ, നമ്മൾ തിരൂർ വെറ്റില എന്നുള്ള മുമ്പ് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പലതും ഈ പറയുന്ന ആറന്മുള കണ്ണാടി ഉൾപ്പെടെ പലതും കേരളത്തിൽ GI ടാഗ് ലഭിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ ഇനി ആലോചിക്കുക, ഇടുക്കിയിലെ ഗോത്രക്കാരുടെ കണ്ണാടിപ്പായ, അതുപോലെ തന്നെ കോട്ടയത്തെ തലനാടൻ ഗ്രാമ്പു പഠിച്ചു വെക്കുക, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. GI ടാഗ് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആസാമിൽ ഒരു GI ടാഗ് ഉണ്ട്. ആസാമിലെ ജ്വല്ലറിയാണ് GI ടാഗ്. ആസാമിലെ ജ്വല്ലറി ആസോമിയ ഗൊഹോണ എന്നാണ് ഈ ഒരു ജ്വല്ലറിയുടെ പേര്. അപ്പൊ ആസാമിലെ മനോഹരമായ ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഞാൻ, ആസാമിലെ പ്രത്യേകതരം ജ്വല്ലറി. ആ ജ്വല്ലറിക്ക് ഗുഹയിലാട്ടോ, ആസാമിലെ ഗുഹയിൽ ഒരു അടിപൊളി ജ്വല്ലറി ഒക്കെ കിട്ടും. അതെന്ത് ചെയ്യുക, അത് GI ടാഗ് കിട്ടിയെന്ന് പഠിച്ചു വെക്കുക. അപ്പൊ GI ടാഗ് ലഭിച്ചത് ആസാമിലെ ഗുഹയിലെ ജ്വല്ലറിക്കാണ്, ആസോമിയ ഗൊഹോണ. പഠിച്ചു വെച്ചോ, സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ മേഘാലയ, ഇപ്പൊ തമിഴ്നാടും കേരളവും കഴിഞ്ഞ ആസാം കഴിഞ്ഞ മേഘാലയ ലേറ്റസ്റ്റ് കിട്ടിയ കേട്ടോ, ഏപ്രിൽ മാസത്തില്. മേഘാലയയിൽ ചില തുണിത്തരങ്ങളാണ്. മേഘാലയയിൽ എന്താണ് തുണിത്തരങ്ങൾ, പ്രത്യേകിച്ച് കൈത്തറി ഉൽപ്പന്നങ്ങൾ. കൂടാതെ അവിടെ എടുത്തു പഠിക്കണം, റിൻഡിയ എന്നൊരു ഈ പറയുന്ന ഒരു തുണിയുണ്ട് കേട്ടോ, അതാ ഒരു സിൽക്കാണ് റിൻഡിയ. അതിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ, റിൻഡിയ, RYNDIA റിൻഡിയ. മേഘാലയയിലെ റിൻഡിയ, മേഘാലയയിലെ കൈത്തറി ഉൽപ്പന്നങ്ങൾ, ഇവയ്ക്കൊക്കെ GI ടാഗ് ലഭിച്ചു, റിൻഡിയ. ആസാമിലെ ഗൊഹോണ എന്ന് പറഞ്ഞ ജ്വല്ലറി സെറ്റ്. മകളെ, നമ്മെ വിട്ടുപിരിഞ്ഞ മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകനും ഈ ഛായാഗ്രഹനുമായ വ്യക്തിയായിരുന്നു ഷാജി N കരുൺ. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. ഷാജി N കരുൺ എന്ന് പറയുന്ന സംവിധായകൻ, മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ, നമ്മെ വിട്ടുപിരിഞ്ഞു. ഡേറ്റ് ഒന്ന് പഠിച്ചു വെച്ച എല്ലാവരും, ഏപ്രിൽ 28, 2025 ചോദിക്കാൻ സാധ്യതയുണ്ട് ലേറ്റസ്റ്റ് എക്സാമിനൊക്കെ. അപ്പൊ ഇവിടെ നല്ല ചില പോയിന്റുകളുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. PSC പഠിച്ചവരാണെങ്കിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അദ്ദേഹം സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായിരുന്നു, മരണപ്പെട്ടു അല്ലെ. അപ്പോ അവിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാം. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, കേരളത്തിനകത്ത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപീകരിക്കുന്ന വർഷം ഒരു സ്ട്രാറ്റജിക്കാണ്, പഠിച്ചു വെക്കണം. 1998 ഇതിന് ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഷാജി N കരുൺ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തിന്റെ കരിയറിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഒരു പ്രത്യേകത, ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യുകയാണ് ആ മനുഷ്യൻ. അതൊരു പിറക്കുകയാണ്, ഒരു സിനിമ അല്ലെ, ഒരു കുഞ്ഞ് ജനിക്കും പോലെ ഒരു സിനിമ ആദ്യമായിട്ട് പിറക്കുകയാണ്. പിറവി കൊണ്ടോ തന്നെ ക്യാമറയിൽ എടുത്തു എന്ന് ആലോചിക്കും. അദ്ദേഹം ഒരു ഛായാഗ്രഹനാണല്ലോ, ക്യാമറയിൽ എടുത്തു എന്ന് ആലോചിച്ചു കേട്ടോ. ഈ ഒരു സിനിമയുടെ പ്രത്യേകത മറ്റൊരു സിനിമയ്ക്കും കിട്ടാത്തൊരു പ്രത്യേകത. കാൻ ചലച്ചിത്രമേളയില് ക്യാമറ DOR എന്ന് പറയുന്ന പ്രത്യേക പരാമർശം നേടുകയാണ് ഈ ഒരു മലയാള സിനിമ. അതുവരെ മറ്റൊരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല. അപ്പൊ കാൻ ചലച്ചിത്രമേളയില് ക്യാമറ DOR പ്രത്യേക പരാമർശം നേടിയത് ഏതു സിനിമയാണ്? ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ പിറവിയാണ്. വർഷം ഓർത്തു വെക്കണം, 1988. ഒക്കെ 8ന്റെ കളിയാ. ഏപ്രിൽ 22 അദ്ദേഹം ദൗർഭാഗ്യവശാൽ മരണപ്പെട്ടത്, ഏപ്രിൽ 28. അപ്പൊ 1988 ആദ്യ സിനിമ പഠിച്ചോ, സെറ്റാണോ? പിറവി ഇഷ്ടപ്പെട്ട് പഠിച്ചേ. പിറവി 1988. ആ സിനിമയ്ക്ക് ഈ പറയുന്ന കാനിലെ പുരസ്കാരം മാത്രമല്ല, മറിച്ച് കാൻ എന്ന് ഞാൻ പറയുന്നത് പഠിക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ 4 ദേശീയ അവാർഡ് കിട്ടുകയാണ്. പിറവി എന്ന് പറയുന്ന സിനിമയ്ക്ക് 4 ദേശീയ അവാർഡും അതുപോലെ തന്നെ വിഖ്യാതമായ ചാർലി ചാപ്ലിൻ അവാർഡും കിട്ടുകയാണ്. പിള്ളേരെ പഠിച്ചു വെക്കുക, ലോകത്തിലെ അറിയപ്പെടുന്ന ചാർലി ചാപ്ലിന്റെ പേരിൽ അവാർഡും
4 ദേശീയ അവാർഡും കിട്ടുകയാണ് പിറവി. 1988 ഷാജി എൻ കരുണിന്റെ ആദ്യത്തെ സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. കേട്ടോ, ഫോട്ടോസ് ഒക്കെ എന്റെ പിറകിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ PDF വായിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. മക്കളെ, ഈ സിനിമയ്ക്ക് ശേഷം നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഞാൻ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു. ആ പോയിന്റ് 10 വർഷം കഴിയുകയാണ്. 1998 ഈ മനുഷ്യൻ സംസ്ഥാനത്തെ ചലച്ചിത്ര അക്കാദമി ആദ്യമായിട്ട് രൂപീകരിക്കുക. അപ്പൊ അതൊരു നല്ല ചോദ്യമല്ലേ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനാണ് ഷാജി എൻ കരുൺ. 1998. 1987 അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ പിറവി കാൻ ചലച്ചിത്രമേളയിലേക്ക് പോവുകയാണ്. നോക്കൂ, രണ്ടാമത്തെ സിനിമ. ഇങ്ങനെ ഒരു സംവിധായകൻ, എത്ര എന്താ പറയാ, അത്രയും വലിയൊരു അതുല്യ കലാകാരനല്ലേ അദ്ദേഹം. നോക്കൂ, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ സ്വം. ആദ്യം പിറന്നു, പിന്നെ സ്വം. അതും ഇതാ കാൻ ചലച്ചിത്രമേളയിലേക്ക് പോവുകയാണ്. വർഷം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക നിങ്ങൾ. 1994 സ്വം എന്ന് പറയുന്ന സിനിമ 1994 പഠിച്ചു വെക്കുക. രണ്ടാമത്തെ സിനിമ, അതും കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോവുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ട് മക്കളെ. അവിടെ ഞാൻ പറഞ്ഞു പിറവി എടുത്തത് ക്യാമറയ്ക്ക് മുന്നിലാണ്. ക്യാമറ അല്ലെ, അവിടെ ക്യാമറ ഡി ഓർ എന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ, മത്സര വിഭാഗം ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കൃത്യമായിട്ട് പഠിക്കണേ. കാൻ ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാള ചലച്ചിത്രം. എത്ര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണിത്. PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ പഠിച്ചു വെക്കുക, കാൻ ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാള ചലച്ചിത്രമാണ് സ്വം. ഈ അടുത്ത് നിങ്ങൾ കാൻ ചലച്ചിത്രമേള പഠിച്ചിട്ടുണ്ടാവും. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ ഒരു 6 മാസം മുമ്പ് കറണ്ട് അഫയേഴ്സ് ഞാൻ പഠിപ്പിച്ചല്ലേ. ആരായിരുന്നു ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായക? ഒന്ന് കമന്റ് ചെയ്തേ. നമ്മുടെ കനി കുസൃതിയൊക്കെ അഭിനയിച്ചില്ലടാ, ദിവ്യൊക്കെ. അപ്പൊ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എത്ര വർഷത്തിന് ശേഷം കാനിൽ അങ്ങനെ ഒരു വരുന്ന അറിയോ? അപ്പൊ കാൻ ചലച്ചിത്രമേള ലോകത്തിലെ ഏറ്റവും ടോപ്പ് ചലച്ചിത്രമേളയാണ് കാൻ. അവിടെ ഇതാ ആദ്യത്തെ സിനിമ പിറവി വരുന്നു അല്ലെ, ക്യാമറ ഡി ഓർ പുരസ്കാരം. രണ്ടാമത്തെ സ്വം എന്ത് ചെയ്യുന്നു? മത്സര വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് സ്വം. 1994. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമ പ്രധാനപ്പെട്ട തന്നെയാണ്. അതും ഇതാ വീണ്ടും എങ്ങോട്ട് പോവാണ്? കാനിലേക്ക് പോവാണ്. പഠിച്ചു വെക്കണം, വർഷം 1999. അതൊക്കെ പഠിക്കുമ്പോൾ രസകരമായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 1998 അദ്ദേഹം കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആവുകയാണ്. പിറ്റേത്തെ വർഷം ലാലേട്ടനോട് പറയാണ്, ലാലേട്ടാ നമുക്കൊരു സിനിമ ചെയ്യാം. കാരണം പിറവിയിലും സ്വമ്മിലൊന്നും വളരെ പ്രഗത്ഭരായ അല്ലെങ്കിൽ നമ്മളിപ്പം കാണുന്ന മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളായ സ്റ്റാർ നടന്മാരൊന്നും ഇല്ല. അപ്പൊ ലാലേട്ടനോട് പറയുന്നു. അങ്ങനെ ലാലേട്ടൻ അത്യുഗ്രമായി അഭിനയിച്ച വാനപ്രസ്ഥം 1999 വർഷം പഠിച്ചു വെച്ചേ കേട്ടാ. ആ സിനിമയും കാൻ ചലച്ചിത്രമേളയിൽ പോയിട്ടുണ്ട്. അപ്പൊ പിറവി, സ്വം, വാനപ്രസ്ഥം ഈ 3 സിനിമകൾ പഠിക്കാൻ വേണ്ടി പറയണേ. പിറവി, സ്വം, വാനപ്രസ്ഥം തുടങ്ങിയ സിനിമകൾ കാൻ മേളയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ക്ലിയർ ആണോ കാര്യങ്ങൾ? അതിനുശേഷം മമ്മൂക്കയെ കുറിച്ച് പറയാതെ പോകാൻ പറ്റുമോ? ഷാജി എൻ കരുണിന്റെ മമ്മൂക്കയുടെ സിനിമയാണ് കുട്ടിസ്രാങ്ക് അല്ലെ, കുട്ടിസ്രാങ്ക്. 2009 സിനിമ പുറത്തിറങ്ങുന്നത് കേട്ടോ. ഈ 2009 മമ്മൂക്കയുടെ വളരെ പ്രസിദ്ധമായ മറ്റൊരു സിനിമ PSC പരീക്ഷയുടെ PYQ ഒരു സിനിമ പുറത്തിറങ്ങിയിട്ട്. ഏതാണ്? നമ്മുടെ ടെലഗ്രാം ക്ലാസ്സിലെ പിള്ളേരോട് ഞാൻ പറഞ്ഞു, 2009 PSC PYQ മമ്മൂട്ടിയുടെ മറ്റൊരു സിനിമ. നിങ്ങൾക്കൊക്കെ അറിയാം, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ അറിയുന്നവര്. അപ്പൊ അത് മറ്റൊരു ചോദ്യമാണ്. 2011 നമുക്ക് വരാം. 2011 കേൾക്കുമ്പോൾ മക്കളെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരണം? നിങ്ങളുടെ മനസ്സിലേക്ക് ഇദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകുകയാണ്. 2011 വർഷം പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. 2011 പത്മശ്രീ കിട്ടുന്നു. 2023 JC ഡാനിയൽ അവാർഡ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നു. പ്രഖ്യാപിച്ച 23 കേട്ടോ. JC ഡാനിയൽ നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് പഴയ അവാർഡുകളൊക്കെ ഇപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത്. എന്ന് വെച്ചാൽ ആ കൊറോണ സമയത്ത് ഗ്യാപ്പ് കാരണമായിരിക്കും. 2022 JC ഡാനിയൽ കിട്ടിയ നിങ്ങൾ ഈ അടുത്ത് പഠിച്ചിട്ടുണ്ടാവും TV ചന്ദ്രനാണ് അല്ലെ. TV ചന്ദ്രനാണെങ്കിൽ നോക്കൂ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള JC ഡാനിയൽ പ്രഖ്യാപിച്ചത് 2023 അത് കിട്ടിയത് നമ്മുടെ ഷാജി എൻ കരുണിനാണ്. അപ്പൊ 2025 പ്രഖ്യാപിച്ച JC ഡാനിയൽ പുരസ്കാരം 2023 അവാർഡ് കിട്ടിയത് ഷാജി എൻ കരുണിനാണ്. പഠിച്ചു വെക്കണം, 7 ദേശീയ പുരസ്കാരങ്ങളും 7 സ്റ്റേറ്റ് അവാർഡും കിട്ടിയ മനുഷ്യനാണ് നമ്മുടെ ഷാജി എൻ കരുൺ. സെറ്റാണോ മക്കളെ? നന്നായിട്ട് പഠിക്കണേ. താഴ്ന്ന വരുമാനമുള്ളവർക്കുള്ള പ്രധാന ഭവന പദ്ധതിയായ അന്ത്യോദയ ഗൃഹയോജനയ്ക്ക് തുടക്കം കുറിച്ച സ്റ്റേറ്റ് ഏതാണ്? നല്ലൊരു ചോദ്യമല്ലേ. അന്ത്യോദയ അന്ന യോജന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ താഴ്ന്ന വരുമാനമുള്ളവർക്കുള്ള പ്രധാന ഭവന പദ്ധതിയായ അന്ത്യോദയ ഗൃഹയോജനയ്ക്ക് തുടക്കം കുറിച്ച സ്റ്റേറ്റ് ഒഡീഷയാണ്. 2025 ദേശീയ സീനിയർ ഗോഗോ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഒഡീഷയാണ്. മക്കളെ, ഈ ഒരു ചോദ്യം ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഒരു പക്ഷേ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നേരിട്ട് ഉദ്യോഗാർത്ഥികൾ ആ പരീക്ഷ ഹാളിൽ നിന്ന് എഴുതുന്ന സമയത്ത് മിക്കവാറും തെറ്റി ഡൽഹി എഴുതും. കാരണം 2025 ഗോഗോ ലോകകപ്പ് നടന്നിട്ടുണ്ട്. ഗോ ലോകകപ്പ് എവിടെയാ? ഡൽഹിയിലാണ്.
അങ്ങനെയാണെങ്കിൽ ഗോഗോ എന്ന് പറയുന്നത് സീനിയറാണ്, ദേശീയ ചാമ്പ്യൻഷിപ്പാണ് നടന്നത് പുരിയിലാണ്, ഒഡീഷയിൽ കേട്ടോ. അപ്പൊ ഇവിടെ താഴ്ന്ന വരുമാനക്കാർക്കുള്ള പ്രധാന ഭവന പദ്ധതിയായ അന്ത്യോദയ ഗൃഹയോജന ഒഡീഷ, ദേശീയ സീനിയർ ഗോഗോ ചാമ്പ്യൻഷിപ്പ് ഒഡീഷ, പൊതുവിദ്യാലയങ്ങളിലെ 1ാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ചവർ എഴുതിയ കുറിപ്പുകളെല്ലാം സമാഹരിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായി പുറത്തിറക്കുന്ന 1ാം ക്ലാസ്സുകാരുടെ പുസ്തകമാണ് മക്കളെ കുരുന്നെഴുത്തുകൾ. പഠിക്കാൻ സുഖമല്ലേ നമ്മുടെ കുരുന്നു മക്കൾ? ആ മക്കളുടെ ഈ പൊതുവിദ്യാലയങ്ങളിലെ 1ാം ക്ലാസ്സിൽ അക്ഷരം പഠിച്ചവർ എല്ലാം എഴുതിയ കുറിപ്പുകളെല്ലാം സമാഹരിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായി പുറത്തിറക്കുന്ന 1ാം ക്ലാസ്സുകാരുടെ പുസ്തകമാണ് കുരുന്നെഴുത്തുകൾ. പഠിച്ചില്ലേ? പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നോക്കൂ മക്കളെ, സ്വദേശ് ദർശൻ 2.0 പദ്ധതിക്ക് കീഴിൽ ലോകോത്തര ജലവിനോദ കേന്ദ്രമായി അനുമതി ലഭിച്ച കേരളത്തിലെ പ്രദേശം. ജലവിനോദം എന്ന് കേട്ടാൽ നിങ്ങൾക്കൊക്കെ അറിയാതെ ആലപ്പുഴയാണ്. പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു സംശയമില്ല. സ്വദേശ് ദർശൻ 2.0 പദ്ധതിക്ക് കീഴിൽ ലോകോത്തര ജലവിനോദ കേന്ദ്രമായി അനുമതി ലഭിച്ച കേരളത്തിലെ പ്രദേശമാണ് ആലപ്പുഴ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡറാണ് മക്കളെ PR ശ്രീജേഷ്. നമ്മുടെ പ്രിയപ്പെട്ട പാറാട്ടു രവീന്ദ്രൻ ശ്രീജേഷിലെ അദ്ദേഹം എന്താണ്? കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡറാണ്. കൃത്യമായിട്ട് പഠിക്കണേ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡറാണ്. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2025 ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി നടന്നത് കൊച്ചിയിലാണ് കേട്ടോ, ബോൾഗാട്ടി, കൊച്ചിയിലാണ്. കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരാൻ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഒരു പദ്ധതിയാണ് ദീപ്തി. അല്ലെ, വെളിച്ചം, ദീപം എന്നാലോചിക്കുമ്പോ ദീപ്തി. കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരാൻ സാക്ഷരതാ മിഷൻ ആണ്. കാഴ്ച പരിമിതർക്ക് അക്ഷര വെളിച്ചം പകരാൻ സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ദീപ്തി. മകളെ, തദ്ദേശീയ ജനതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആഗോള ഭാഷയായ ഇംഗ്ലീഷ്, ആ ഇംഗ്ലീഷിലെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും പുതിയ തൊഴിൽ മേഖലകളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും അവരെ പുരോഗതിയിലേക്ക് നയിക്കുക നമ്മുടെ തദ്ദേശീയ ജനങ്ങളെ. അതിനുവേണ്ടി അത് ലക്ഷ്യം വെച്ചുകൊണ്ട് കുടുംബശ്രീ നടത്തുന്ന ഒരു പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ പദ്ധതി. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണ്ടേ? ഇംഗ്ലീഷിന്റെ ഒരു പ്രസക്തി നമ്മുടെ കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞാൽ ഡെവലപ്പാണ് മക്കളെ. നാട്ടുമ്പുറത്തെ ചേച്ചിമാർ ചുമ്മാ ഇരുന്ന് ഞായറാഴ്ച കൂടിയിട്ട് 50 റുപ്യ വെച്ചിട്ടില്ലേ, എന്ത് പറയല്ലേ നിങ്ങള്? ആ ഒരു പരിപാടിയായിട്ട് കുറച്ച് ചായയൊക്കെ കുടിച്ച് കുശലം പറഞ്ഞ് പരദൂഷണം പറഞ്ഞ പരിപാടിയൊന്നും അല്ല. കുടുംബശ്രീയുടെ പദ്ധതികൾ ഇംഗ്ലീഷ് ഭാഷയിലെ കഴിവുകൾ വർദ്ധിപ്പിക്കുക, തദ്ദേശീയ ജനതക്കായി ആഗോള ഭാഷ ഇംഗ്ലീഷിന്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് കമ്മ്യൂണിക്കേഷൻ നൽകി കമ്മ്യൂണിക്കോർ പദ്ധതി. ഇംഗ്ലീഷിനോട് കൂട്ടുകൂടാം, കമ്മ്യൂണിക്കോറുമായി കുടുംബശ്രീ പഠിച്ചോളുക. 2025 പ്രഖ്യാപിച്ച 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറയുന്നത് 48ാമത്, ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല, 48ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 4 എണ്ണം. അത് പഠിച്ചാൽ നിങ്ങൾ മികച്ച നടൻ ടൊവിയാട. നമ്മുടെ ടൊവിനോ തോമസ് നമ്മുടെ പ്രിയപ്പെട്ട താരം, അദ്ദേഹത്തിന്റെ ഈ അടുത്തിറങ്ങിയ 2-3 സിനിമകളെ വെച്ചുകൊണ്ടാണ്, ആ സിനിമയൊന്നും ഞാൻ ഇവിടെ പരാമർശിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആ മികച്ച നടൻ ടൊവിനോ തോമസ് ആണ്. മികച്ച നടിമാരായിട്ട് 2 പേരാണ്. ഇത് സൂക്ഷ്മദർശിനി എന്നൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ച നമ്മുടെ നസ്രിയ അല്ലെ, അതുപോലെ തന്നെ റീമ കലിംഗൽ. സിനിമ ഞാൻ പരാമർശിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. മികച്ച നടൻ ടൊവിനോയും മികച്ച നടി നസ്രിയ നസീമും റീമ കല്ലിങ്കലുമാണ്. ഓർത്ത് വെച്ചേക്കണേ. നടികൾ 2 പേരാണ്, നസ്രിയ നസീം, റീമ കല്ലിങ്കൽ, നടൻ ടൊവിനോ തോമസ്. മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. എന്നടാ? ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സിനിമ പഠിച്ചു വെക്കുക. 2024 48ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. നടൻ ടൊവിനോ, നടി നസ്രിയ റീമ, സിനിമ ഫെമിനിച്ചി ഫാത്തിമ. സംവിധായകയാണ് ഇന്ദുലക്ഷ്മി. ആരാണ്? ഇന്ദുലക്ഷ്മി. മികച്ച സംവിധായക ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 48ാമത് മികച്ച സംവിധായക ഇന്ദുലക്ഷ്മി. അവരുടെ സിനിമ അപ്പുറം. ഇന്ദുലക്ഷ്മി അപ്പുറത്തല്ല, ഇന്ദുലക്ഷ്മി അപ്പുറം കേട്ടോ. ദാരിദ്ര്യമുക്തി നേടുന്നതിനായി P4 ബംഗാരു കുടുംബം അല്ലെങ്കിൽ മാർഗദർശി എന്ന് പറഞ്ഞുകൊണ്ട് P4 പബ്ലിക് പ്രൈവറ്റ് പീപ്പിൾ പാർട്ണർഷിപ്പ് ആട്ടോ. P എന്ന് പറഞ്ഞാല് ഇപ്പൊ P4 ബംഗാരു കുടുംബം മാർഗദർശി എന്നൊരു സംരംഭം ആരംഭിച്ച സംസ്ഥാനത്തിന്റെ പേര് ആന്ധ്രാപ്രദേശ് ആണ്. നോക്കൂ, ദാരിദ്ര്യമുക്തി നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ കൊണ്ടുവരാണ്ട്. അപ്പൊ P4 ബംഗാരു കുടുംബം മാർഗദർശി എന്നൊരു സംരംഭം എവിടെ വന്നു? അത് ആന്ധ്രാപ്രദേശിൽ വന്നു. പഠിച്ചു വെക്കുക മക്കളെ. ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതി അല്ലെ, വൈബ്രന്റ് ഇന്ത്യ എന്ന് നമ്മൾ പറയല്ലേ. അപ്പൊ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം ആണ്. പഠിച്ചു വെക്കുക. ഈ അടുത്ത് പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ TV ചാനൽ ന്യൂസ് കണ്ടപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. പാകിസ്ഥാന്റെ അതിർത്തിയിലുള്ള ഒരുപാട് ഇന്ത്യയിലെ ഗ്രാമങ്ങൾ പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇവിടെ സോളാർ ഫുൾ സിസ്റ്റവും കൊണ്ടുവന്ന് കറണ്ട് ഉണ്ട്, മറ്റു ആധുനിക സൗകര്യങ്ങളും റോഡും എല്ലാം.
അപ്പൊ അങ്ങനെ നമ്മൾ ഒരു കാലത്ത് ഈ ഷെല്ലാക്രമണവും മറ്റൊക്കെ ഭയന്നിട്ട് അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ഭയങ്കര കഷ്ടപ്പെടാൻ അങ്ങനെ ആളുകൾ താമസിക്കാറില്ലായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറുകയാണ് അല്ലേ? അപ്പൊ പുതിയ ഇന്ത്യ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം പഠിച്ചു വെക്കുക. ഓപ്പറേഷൻ സിന്ദൂർ ഒരൊറ്റ ടോപ്പിക് ഒരു കിടിലൻ ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും ഒരു 50 പേരെങ്കിലും കമന്റ് ചെയ്ത് അടുത്ത ക്ലാസ് ഓപ്പറേഷൻ സിന്ദൂർ നല്ലൊരു ക്ലാസ് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഉറപ്പാണ് ഈ കൊല്ലത്തെ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്പറേഷൻ സിന്ദൂർ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇനി വരാൻ പോകുന്നില്ല. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. ഇപ്പൊ 2025 പത്മപ്രഭ പുരസ്കാരം നിങ്ങൾ 50 കമന്റ് ഉണ്ടോ നോക്കട്ടെ, ഞാൻ എത്ര പേര് കമന്റ് നോക്കട്ടെ, എന്നിട്ട് വേണം ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെ എടുക്കണം എന്ന് ആലോചിക്കാൻ. 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് 2025 ആണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ഇത് തമാശക്ക് ഞാൻ നമ്മുടെ ടെലഗ്രാം മോർണിംഗ് ബാച്ചിൽ പറഞ്ഞിരുന്നു. നമ്മുടെ പത്മപ്രിയൻ ആലോചിച്ചു നിങ്ങള്. ആ പത്മപ്രിയ നടി ഒരു ആലയിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ ഓടിക്കിടക്കുകയാണ്. ഏത് ആല? പശുവിന്റെ ആലയിലെ. ചാണകം ചിന്തിക്കേണ്ട, അങ്ങനെയൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് പത്മപ്രിയ എന്ന് ചിന്തിച്ച് പരീക്ഷ പോകുമ്പോൾ പത്മപ്രഭ പുരസ്കാരം ആരായിരുന്നു? അയാൾ ആല പറഞ്ഞിക്കല്ലോ, ആലോചിക്കുക. അപ്പൊ ഓപ്ഷൻ ആലങ്കോട് ലീലാകൃഷ്ണൻ. ലീലേച്ചിന്റെ ആലയിലാണ് പത്മപ്രിയ ഉള്ളത് കേട്ടോ. അപ്പൊ പത്മപ്രഭ പുരസ്കാരം. ക്ഷയരോഗ നിവാരണത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ നാറ്റ് പരിശോധന നടത്തിയതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിന് അർഹമായ സംസ്ഥാനം കേരളമാണ്. ക്ഷയരോഗ നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ പരിശോധന നടത്തിയത് കേരളമാണ്. 2025 മെയ്യിൽ ആക്സിയം മിഷൻ 4 നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നു ഓൾറെഡി. ആക്സിയം മിഷൻ 4നെ കുറിച്ച് വിശദമായിട്ട് അതിന്റെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ സഞ്ചാരിയാണ് ആര് മക്കളെ? ശുഭാൻഷു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ സഞ്ചാരിയാണ് ശുഭാൻഷു ശുക്ല. ഓക്കെ. മരം വളർത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് ഒരു പൈസ കൊടുക്കുക. അപ്പൊ നമ്മൾ പൈസ സമ്പാദിച്ച് ബാങ്കിൽ ഇടാറില്ലേ? അപ്പൊ മരം വളർത്താൽ ഇൻസെന്റീവ് നൽകുക എന്നൊക്കെ. അപ്പൊ അതിന്റെ പരിപാടിയാണ് ട്രീ ബാങ്കിങ്. ട്രീ ആണ് ബാങ്കിങ് എന്നൊക്കെ. പൈസ ഇങ്ങനെ ഇടുന്നതിന് പകരം ഇൻസെന്റീവ് കൊടുക്കുകയാണ് മരം വളർത്തുമ്പോൾ. ട്രീ ബാങ്കിങ് പഠിച്ചോ? രാജ്യാന്തര കോടതി അംഗത്വം വിടുന്ന ആദ്യത്തെ യൂറോപ്യൻ യൂണിയന്റെ രാജ്യം. യൂറോപ്യൻ യൂണിയനിലെ ഈ ഒരു രാജ്യം എന്ത് പറഞ്ഞു? അവർക്ക് ഭയങ്കര ആംഗ്രിയാണ്. അവർക്ക് വേണ്ട ഹംഗറി എന്നുള്ളത് നമ്മൾ ആംഗ്രി ആക്കുക. ആംഗ്രി ആരോട് ആംഗ്രി? വേണ്ട ഞങ്ങൾക്ക് രാജ്യാന്തര കോടതി. ഹേഗിലുള്ള രാജ്യാന്തര കോടതി അല്ലേ UN-ന്റെ. അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് അംഗത്വം ഒഴിവാക്കിയ യൂറോപ്യൻ യൂണിയന്റെ രാജ്യമാണ് ഹംഗറി. പഠിക്കുക. അനാഥരായവർ, തെരുവിൽ കഴിയുന്നവർ, ബാലവേല, ബാലവിവാഹം, ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരകളായവർ തുടങ്ങിയ കുട്ടികളുടെ പുനരധിവാസത്തിനായി വനിതാ ശിശു വികസന വകുപ്പ് നടന്ന പദ്ധതിയാണ് കാവൽ പ്ലസ്. ശരിക്കും കാവൽ കിട്ടേണ്ട ആളുകളല്ലടാ അനാഥരായവരും തെരുവിൽ കഴിയുന്നവരും ബാലവേല, ബാലവിവാഹം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ. അപ്പൊ ഇവർക്കൊരു കാവലായിട്ടുള്ളതാണ് കാവൽ പ്ലസ്. രാജ്യത്തെ കരടികളെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ച രാജ്യം അല്ലെ? സ്ലോലി ഇങ്ങനെ വാക്ക് ചെയ്ത് വരും. ആര്? കരടി ആണോ? കരടി ഭയങ്കര സ്പീഡാട്ടോ. കരടി മുപ്പടെ കഴിഞ്ഞ കഥ. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, സ്ലോല് വാക്ക് ചെയ്ത് വരുന്ന കരടികളൊക്കെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചു. കരടിയാണെങ്കിൽ സ്ലോ വാക്ക് വെടിവെച്ച് കൊല്ലും. കരടി സ്ലോ വാക്ക് വെടിവെച്ച് കൊല്ലും. പഠിച്ചോ? ഒരു മാർക്ക് കിട്ടിയാൽ മതി. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി. കുടുംബശ്രീ വിടുന്നില്ല മക്കളെ. കുടുംബശ്രീ ഇംഗ്ലീഷ് പഠിപ്പിച്ച കഥ നിങ്ങൾ കേട്ടു അല്ലെ? കമ്മ്യൂണിക്കോർ. അതുപോലെ കുടുംബശ്രീക്കാര് ഈ ഗോത്ര മേഖലകളിലേക്ക് പോയിട്ട് അവിടെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയ ചില അവരുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ചില അനുഷ്ഠാനങ്ങള്, ചില കലകള്, കലാരൂപങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കുടുംബശ്രീ മുന്നിട്ടിറങ്ങുന്നു. പദ്ധതിയുടെ പേര് ജംഗൾ എന്ന് പഠിക്കുക. അപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് ആരുടെങ്കിലൊക്കെ മനസ്സിൽ ജംഗൾ എന്ന് വന്നിട്ട് ഞാൻ ഒരു ചെറിയ കാര്യം പറയട്ടെ. ഇത് ആക്ച്വലി വയനാട്ടിലെ പണിയ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൽസ എന്ന് പറഞ്ഞാൽ ഉത്സവം എന്നാണ് അർത്ഥം. മനസ്സിലാക്കി പഠിച്ചോ? ഒരു മാർക്ക് കിട്ടിയാലോ? ഉത്സവം എന്നാണ് ആ ഒരു ഗോത്ര വിഭാഗം, ഈ പണിയർ വിഭാഗം ആക്ച്വലി അതിന്റെ ഒരു അർത്ഥം ഗൽസ. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ ഉത്സവം, അതാണ് ജൻഗൽസ. അത്തരം ഉത്സവങ്ങൾ ആദിവാസി മേഖലകളിൽ എടുത്തിട്ട് അതിനെ എന്താ പറയുക, പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ജൻഗൽസ. ജംഗൾ പഠിക്കട്ടോ. ജൻഗൽസ ഇന്ത്യയുമായി മ്യാൻമാർ വഴി 1300 കിലോമീറ്റർ നീളമുള്ള ഹൈവേയിൽ ബന്ധിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് മക്കളെ തായ്ലാന്റ്. ഏതാണ് രാജ്യം? അപ്പൊ നമുക്കിനി തായ്ലാന്റിലേക്ക് പോകണമെങ്കിൽ പറക്കണ്ട, മ്യാൻമാർ വഴി 1300 കിലോമീറ്റർ നീളമുള്ള ഹൈവേയിലൂടെ നമുക്ക് തായ്ലാന്റിലേക്ക് പോകാം. വരാൻ പോവുകയാണ് ഫ്യൂച്ചറിലെ ഇന്ത്യയുമായി മ്യാൻമാർ വഴി 1300 കിലോമീറ്റർ നീളമുള്ള ഒരു ഹൈവേ. 2027 നടക്കുന്ന പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. മക്കളെ, നമ്മളിപ്പോ തായ്ലാന്റ് പറഞ്ഞപ്പോ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. ബിംസ്റ്റെക്കിന്റെ വേദിയാണല്ലോ മാഷേ അല്ലെങ്കിൽ ചങ്ങാതി തായ്ലാന്റ് എന്ന് നിങ്ങൾ ചിന്തിക്കും. ശരിയാണ്. 2025 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബിംസ്റ്റെക്കിന്റെ വേദിയാണ്, ബിംസ്റ്റെക് സമ്മേളനത്തിന്റെ വേദിയാണ് തായ്ലാന്റിലെ ബാങ്കോക്ക്. ബിംസ്റ്റെക് യൂത്ത് സമ്മിറ്റ് അങ്ങനെ നടക്കുന്നത് ഗുജറാത്തിലാണെന്ന് നമുക്കറിയാം. പക്ഷേ നിങ്ങൾ പഠിച്ചു വെക്കുക,
ബിംസ്റ്റെക് ഗെയിംസ് ഒരു പുതുതായിട്ട് തുടങ്ങുകയാണ്. ബിംസ്റ്റെക്കിന്റെ കീഴിൽ ഒരു ഗെയിംസ് ആദ്യമായിട്ട് 2027 നടക്കാൻ പോകുന്നത്. എവിടെയാണ്? അത് ഇന്ത്യയിലാണ്. പഠിച്ചോളുക, 1 മാർക്കാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പാണംകുഴി ഇക്കോ ടൂറിസം എന്താണ് പിള്ളേരെ? പാണംകുഴി ഇക്കോ ടൂറിസം പഠിച്ചു വെച്ചേക്കണേ. പാണംകുഴി അല്ലെ, ഒരു പെരിയാറിന്റെ തീരത്ത് ഒരുപാട് കുഴികളാണ്. പാണംകുഴി. അപ്പൊ പാണംകുഴി ഇക്കോ ടൂറിസം എവിടെ സ്ഥിതി ചെയ്യുന്നു? പെരിയാറിന്റെ തീരത്ത്, എറണാകുളം ജില്ല. ചോദിക്കും 2025 വളരെ എന്താ പറയാ ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ഒരു പ്രദേശമായ പാണംകുഴി എന്ന് പറയുന്ന ഇക്കോ ടൂറിസം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. അങ്ങനെയാണെങ്കിൽ ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പര്യവേഷണ കേന്ദ്രമാണ് പത്തനംതിട്ട. ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പര്യവേഷണ കേന്ദ്രമാണ് പത്തനംതിട്ടയിൽ വരുന്നത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം വളരെ വളരെ ഇമ്പോർട്ടന്റ്, സ്റ്റാർ ഇട്ട് വെക്കുന്നു, പഠിച്ചേക്കുക. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കിട്ടിയത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി സാറാ ജോസഫിനാണ്. ഇന്ത്യയിലെ പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ BSE ആരംഭിച്ച കാർഷികോൽപ്പന്നങ്ങൾക്കുള്ള ഇലക്ട്രോണിക് സ്പോട്ട് പ്ലാറ്റ്ഫോം. നന്നായിട്ട് പഠിക്കണേ. ഇന്ത്യയിലെ പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ BSE ആരംഭിച്ച കാർഷികോൽപ്പന്നങ്ങൾക്കുള്ള ഇലക്ട്രോണിക് സ്പോട്ട് പ്ലാറ്റ്ഫോം ആണ് ഏത് പിള്ളേരെ? ഭീം. ഏതാണ്? ഭീം. പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക് സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് കടക്കുകയാണല്ലോ. അപ്പൊ 4ാമത്തെ വാർഷികാഘോഷത്തിന് ഉദ്ഘാടനം നടന്നു. അത് എവിടെ വെച്ച് ചോദിച്ചാൽ കാസർഗോഡ്. അങ്ങ് വടക്കുന്ന് തുടങ്ങാൻ അറിയിക്കുക. പിണറായി വിജയന്റെ 4ാമത്തെ വാർഷികാഘോഷം തുടക്കം കുറിച്ചത് കാസർഗോഡ് ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ കളിമൺ പാത്ര നിർമ്മാണത്തിന് വളരെ ഫേമസ് ആയ ഒരു സ്ഥലമുണ്ട്. ഏതാണ് ആ ഗ്രാമം? ആ ഗ്രാമമാണ് വേളാർകുടി. എവിടെയാണ്? വേളാർകുടി. പഠിച്ചു വെച്ചേക്കുക. കളിമൺ പാത്രങ്ങൾ ഓൺലൈനിൽ വിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പഠിച്ചിരുന്നു ഒരു 2-3-4-5 ക്ലാസ്സുകൾക്ക് മുമ്പ്. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? മൺകുരൽ. എന്തായിരുന്നു അതിന്റെ പേര്? മൺകുരൽ. അങ്ങനെയാണെങ്കിൽ കളിമൺ പാത്ര നിർമ്മാണത്തിന് വളരെ പ്രസിദ്ധമായ ഒരു ഗ്രാമമാണ് തിരുവനന്തപുരം ജില്ലയിലെ വേളാർകുടി. ഓർത്തു വെച്ചേക്കുക. ദക്ഷിണേന്ത്യയിൽ ബോക്സ് ഗാർഡർ മാതൃകയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഒറ്റത്തൂൺ മേൽപ്പാലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ്. ഒറ്റത്തൂൺ മേൽപ്പാലം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തൂൺ മേൽപ്പാലം എവിടെ? കാസർഗോഡ് ജില്ലയിൽ കേട്ടോ. നഗരത്തിലൂടെ 1.12 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒറ്റത്തൂൺ മേൽപ്പാലമാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പർ. ഇലക്ഷനു വകുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ലോകസഭ, രാജ്യസഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ പൊതുജനങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ടോൾ ഫ്രീ നമ്പറാണ് 1950 1950. പഠിക്കാൻ എളുപ്പല്ലേ? 1950. 1912 നിങ്ങളൊക്കെ ഡെയിലി കാണലുണ്ടാവും ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. 1912 എന്തിന്റെ ടോൾ ഫ്രീ നമ്പർ? ഒന്ന് കമന്റ് ചെയ്തേ. അപ്പൊ പഞ്ചായത്ത് നഗരസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 1950 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ ലഭ്യമാകില്ല. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പറഞ്ഞു മനസ്സിലായോ? നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭ, രാജ്യസഭ വലിയൊരു എന്താ പറയാ ക്യാൻവാസ് ഉള്ള അത്രയും അഡ്വാൻസ്ഡ് ഉള്ള ഇലക്ഷനുകളൊക്കെ കൃത്യമായിട്ട് കിട്ടും. പഞ്ചായത്തൊക്കെ ഇതിൽ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ നഗരസഭ, പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ടോൾ ഫ്രീ നമ്പറിലൂടെ ലഭ്യമാകില്ല. മക്കളെ, പശ്ചിമഘട്ട വയനാടൻ ഭൂപ്രകൃതിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി ഏതാണ്? അപ്പൊ തുമ്പികളെ കുറിച്ചൊക്കെ ഞാൻ മുഴുവനായിട്ട് നിങ്ങളെ കഴിഞ്ഞ ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നിങ്ങൾ കണ്ടവർക്ക് അറിയാം. പാറമുത്തൻ മുളവാലൻ അല്ലെ, അതുപോലെ തന്നെ മേഘമല, വെള്ളിവരൻ, എന്തെല്ലാം തുമ്പികളും ഷഡ്പദങ്ങളും ചിത്രശലഭവും ഒക്കെ നമ്മൾ പഠിച്ചല്ലേ. അപ്പോ ഇതൊക്കെ പഠിച്ചപ്പോൾ ചിലർ ചോദിച്ചു, എന്തിനാണ് ചങ്ങായി ഇതൊക്കെ പഠിപ്പിക്കുന്നത്? ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഹോയക്ക് നമ്മുടെ പിള്ളേർക്ക് മാർക്ക് കിട്ടി. അപ്പൊ ആലോചിച്ച് വെക്കുക. പുതിയ ഇത്തരം എന്താ പറയാ ഇനങ്ങളെ കണ്ടെത്തുമ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കണം. മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ട വയനാടൻ ഭൂപ്രകൃതിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് ഏതടവേ? വയനാടൻ അരുവിയൻ. എന്താണ് വയനാടൻ അരുവിയൻ? വയനാടൻ ടൊറന്റ് ഡാർട്ട് എന്നൊക്കെ വിളിക്കും. വയനാടൻ അരുവിയൻ, ഒരു അരുവി, വയനാട് അരുവിയിലൊക്കെ കാണപ്പെടുന്ന അല്ലെ ഒരു പാവം ഒരു തുമ്പി, യുഫേയ എന്ന് വിളിക്കുക. യുവേഫ് അല്ലട്ടോ, യുഫേയ വയനാടൻസിസ് ശാസ്ത്രീയ നാമമാണ്. യുഫേയ വയനാടൻസിസ്, വയനാടൻ അരുവിയൻ. ചങ്ങായിന്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വയനാടൻ ടൊറന്റ് ഡാർട്ട്. സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് നിലവിൽ വരുന്നത്. നിങ്ങൾ ദുബായിലൊക്കെ കണ്ടിട്ടില്ലേ, ആകാശത്ത് നിങ്ങൾ ഫുഡ് അടിക്കുക. അപ്പൊ അത്തരത്തിൽ സംസ്ഥാനത്ത് ആദ്യമായിട്ട് സ്കൈ ഡൈനിങ് നിലവിൽ എന്റെ പിറകിലുണ്ട്. ഇതിന്റെ PDF വായിച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിന്റെ ഫോട്ടോ ഒക്കെ അത് ബേക്കലാണ്. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ അല്ലെ, അവിടെ കടപ്പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് നല്ല അടിപൊളി ഫുഡ് അടിക്കാം. സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ്. എത്രയാ റേറ്റ് ഒന്നും എനിക്കറിയില്ല. റേറ്റ് ഒക്കെ അറിയുന്ന അവിടെ പോയി ആരെങ്കിലും അതിനെ പറ്റി ആരും അറിയുന്ന കമന്റ് ചെയ്യണേ. എനിക്കൊരു കേട്ടൊരു കൗതുകം, പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ചോദിച്ചോട്ടോ. രസമായിരിക്കുമല്ലോ, ആകാശത്ത് ഫുഡ് കഴിക്കാൻ നല്ല പൈസ ആയിരിക്കും, പോക്കറ്റ് കയറും.
അപ്പൊ പകർച്ചവ്യാധികളുടെ പൊട്ടിപ്പുറപ്പെടലുകൾ പ്രവചിക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള കേരള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അല്ലെ അഥവാ KCDC പ്രവർത്തനം ആരംഭിച്ച ഒരു പദ്ധതിയാണ് എപ്പിഫോം. നിങ്ങൾക്കറിയാലോ മക്കളെ, ഈ എപ്പിഡെർമിക് അല്ലെ എപ്പിഡമിക്, നമ്മൾ എപ്പിഡമിക് എന്നൊക്കെ പറയാറുണ്ട്. നേരത്തെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഓഡിയോ ക്ലാസ്സിൽ എപ്പിഡെർമിക് നാവിൽ വരുന്ന കേട്ടോ, എപ്പിഡമിക് അല്ലെ, പാൻഡമിക് എപ്പിഡമിക് എന്നൊക്കെ പറയുന്ന മാതിരി എപ്പിഫോം എന്നാലോചിക്കുക. പകർച്ചവ്യാധികളുടെ പൊട്ടിപ്പുറപ്പെടലുകൾ പ്രവചിക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ഒരു പദ്ധതിയാണ് എപ്പിഫോം. നമുക്ക് ക്ലാസ്സുകൾ ഇനിയും കുറച്ചധികം എടുക്കാറുണ്ട്. ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്, കാരണം ക്ലാസ്സിന്റെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ കാണുന്നില്ല. അടുത്ത കിഡൻ ക്ലാസ് ഞാൻ ഈ പറഞ്ഞ മാതിരി ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ വേണമെങ്കിൽ നിങ്ങളുടെ കമന്റ് വേണം, നോക്കട്ടെ നിങ്ങളുടെ കമന്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ, ആ ബെൽ ബട്ടൺ ഞെക്കി കൊണ്ട് പൊട്ടിക്കുക. അപ്പൊ നമുക്ക് എന്താകും, എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ശരി, താങ്ക് യു, ഗുഡ് ബൈ.